പരദൂഷണം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുക കേട്ടോ. അത് സ്വയം നമ്മളിനെ തന്നെ നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. നമ്മുടെ ക്യാരക്ടർ ശരിയാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. പരദൂഷണം പറയുന്നവരുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരിലോട്ട് കണ്ടൊരു കാര്യമാണ് പരദൂഷണം പറയുക. അതായത് മറ്റുള്ളവരിനെ കുറിച്ച് പരദൂഷണം പറയുക. ഇത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു കാര്യം കൊണ്ടു നടക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു കാര്യം എന്ന് പറയണത് നമ്മുടെ ബന്ധം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പരദൂഷണം പറയുന്നവരെ സംബന്ധിച്ച് അവർക്ക് ബന്ധങ്ങളും കുടുംബക്കാരും ആരും ഉണ്ടാവില്ല. കാരണം അവരിങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു പോവുകയല്ലേ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നെയും പരദൂഷണം പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം പറയും, ഇങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം പറയും. അപ്പം അങ്ങനെയുള്ളവരിനെ നമ്മൾ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത്. പരദൂഷണം വന്നു കഴിഞ്ഞാൽ ജീവിതം നശിച്ചു, അത്രയേ പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, പരദൂഷണം ഒരാളുടെ ജീവിതത്തിൽ അവരിനെ വിജയിപ്പിക്കാനും പറ്റും, അതേ നിമിഷം താഴ്ത്താനും പറ്റും. ഒരിക്കലും പരദൂഷണം പറഞ്ഞ് നടക്കരുത്. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി ജീവിതത്തിൽ അതൊന്നും ആവർത്തിക്കരുത്. നിങ്ങളുടെ ജീവിതം മാറണം, നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പരദൂഷണത്തിനെ മാറ്റി വയ്ക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരിനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അവരിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുകയോ കരയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം. നിങ്ങളെ പഠിച്ചവനിക്കും അറിയാം. അതുമാത്രം ഓർക്കുക.